കഴിഞ്ഞ ക്ലാസ് എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ദാറ്റ് ഈസ് ദി അസെറ്റോ അസെറ്റിക് എസ്റ്റർ ആൻഡ് ഇറ്റ്സ് സിന്തറ്റിക് യൂസസ്. നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഹൗ ടു പ്രിപ്പയർ എ മോണോ കാർബോക്സിലിക് ആസിഡ് സ്റ്റാർട്ടിംഗ് ഫ്രം അസെറ്റോ അസെറ്റിക് എസ്റ്റർ. അസെറ്റോസിക് എസ്റ്റർ എങ്ങനെ ഉണ്ടാക്കുമെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ക്ലേസൻ കണ്ടൻസേഷൻ പറഞ്ഞു, അതിന്റെ മെക്കാനിസം പറഞ്ഞു, അസെറ്റോസിക് ആസിഡിന്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞു, അതിന്റെ സിന്തറ്റിക് യൂസസ് നമ്മൾ പറയുന്നത് നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് അസെറ്റോ അസെറ്റിക് എസ്റ്റർ. വീണ്ടും വീണ്ടും ശ്രദ്ധിക്കുക, ഫോർമുല മാറിപ്പോയത് അസെറ്റോ അസെറ്റിക് എസ്റ്റർ is used for the preparation of a carboxylic acid with this formula RCH2COOH. RCH2COOH can be called an alkyl acetic acid. നമ്മൾ സാധാരണ ഈ ടൈപ്പുള്ള ആസിഡിനെല്ലാം ജനറൽ ആയിട്ട് പറയുന്ന പേരാണ് alkyl acetic acid. You know, CH3COOH is acetic acid and we have substituted one of the hydrogen atoms of acetic acid with an alkyl group, so it is a alkyl acetic acid. ഈ ടൈപ്പുള്ള ഏത് ആസിഡ് നമുക്ക് എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം, എവിടുന്ന് ഉണ്ടാക്കാം? ഫ്രം അസെറ്റോ അസെറ്റിക് എസ്റ്റർ. ഓക്കെ, എങ്ങനെയായിരുന്നു മെത്തേഡ്? യെസ്, നമ്മള് പറഞ്ഞത് എന്തായിരുന്നു? യെസ്, യു റൈറ്റ് ഡൗൺ ദി ഫോർമുല ഓഫ് ദി റിക്വയർഡ് ആസിഡ്. Suppose we want to prepare this acid itself, you write down the formula and cut off the acetic acid part. Acetic acid part എന്ന് പറഞ്ഞാൽ ഈ കാർബോക്സിലിക് ഗ്രൂപ്പും അതിന് തൊട്ടടുത്ത് വരുന്ന കാർബണും, അതിനോട് പല സാധനങ്ങളും ഉണ്ടാവാം. ഇപ്പൊ തൽക്കാലം ഹൈഡ്രജൻ ആണുള്ളത്, അത് കട്ട് ചെയ്ത് കളയാം. ബാക്കിയുള്ള ആറ് ഏതാണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽക്കൈൽ ഹാലൈഡ് ചൂസ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം? എന്നിട്ട് നമ്മള് അസെറ്റോ അസെറ്റിക് എസ്റ്ററിലേക്ക് ഈ ആൽക്കൈൽ ഗ്രൂപ്പിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. You can introduce, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, you can introduce either one or two alkyl groups to as acetoacetic ester, or you can replace one or two hydrogen atoms of a active hydrogen atoms of a acetoacetic ester with a alkyl groups one by one. ഒന്നിച്ചടക്കുള്ള നമുക്കറിയാം. അപ്പോൾ ഈ കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ acetoacetic ester എടുക്കുന്നു, അതിനുശേഷം is made to react with a first sodium methoxide is used to convert a acetoacetic ester into its sodium salt, and that sodium salt is made to react with a alkyl halide, and the result of these two reactions is the replacement of one of the hydrogens with the alkyl group, and we get a CH3COCH2. ഇതാണ് acetoacetic ester, that is made to react sodium methoxide, and we get a CH3COCHR. CHR നമുക്ക് ഉണ്ടെങ്കിൽ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ആർ താഴോട്ട് ചെയ്താലും കുഴപ്പമില്ല, COOET. So we have substituted the hydrogen, one of the active hydrogens with the alkyl group. നമ്മൾ ഉപയോഗിക്കുന്ന alkyl halide RX ആണ്. അപ്പോൾ IR അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. ഇത് രണ്ടും വേറെ വേറെ എഴുതി കഴിഞ്ഞാൽ സോഡിയം സോൾട്ട് ഉണ്ടെന്ന് എഴുതി, അതിനുശേഷം alkyl halide ഉണ്ടെന്ന് നമുക്ക് എഴുതാം. പക്ഷെ അതിന് അത്രയും ആവശ്യമില്ല. ഇത് രണ്ടും അടുത്തടുത്ത് എഴുതി കഴിഞ്ഞാൽ സംഗതി ക്ലിയർ ആകും. അതിനുശേഷം എന്ത് ചെയ്യാം? യെസ്, ദിസ് കോമ്പൗണ്ട് ഈസ് സബ്ജക്റ്റഡ് ടു ആസിഡ് ഹൈഡ്രോളിസിസ്. എന്തായിരുന്നു ആസിഡ് ഹൈഡ്രോളിസിസ്? ഹൈഡ്രോളിസിസ് യൂസിങ് acid hydrolysis resulting in the formation of acid. Hydrolysis using concentrated alcoholic potassium hydroxide. So if this compound is one concentrated ethanolic KOH, concentrated ethanolic KOH, and second acidification. നമുക്കറിയാം ഉണ്ടാകുന്ന ആസിഡിന്റെ സോഡിയം പൊട്ടാസ്യം സോൾട്ട് ഉണ്ടാവുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്, അതിനെ ആസിഡാക്കി മാറ്റാനാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് ഉപയോഗിക്കുന്നത്. ഇതിനെ ചെയ്ത് നമുക്ക് കിട്ടു. യെസ്, നമ്മൾ ഹൈഡ്രോളിസ് ചെയ്യുന്ന കാണിക്കാം. നമുക്ക് യെസ്, we get a RCH2COOET. COOET is COOH. ഇത് മാത്രം എഴുതിയാൽ മതി. ബാക്കി എന്താ കിട്ടുക? എത്രയോളം കിട്ടും? അസെറ്റിക് ആസിഡ്. അത് എഴുതണമെന്നില്ല, എഴുതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. മനസ്സിലായില്ലേ? ഇത്രയും ഈ ഇക്വേഷൻ ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ റിയാക്ഷൻ എങ്ങനെ ചെയ്യുന്നത് കൃത്യമായിട്ട് മനസ്സിലാവും.
അപ്പോൾ നമ്മൾ എപ്പോഴും എക്സാമിനേഷൻ പേപ്പറിലായാലും എവിടെയായാലും ഒരു ആൻസർ എഴുതുമ്പോൾ ഇക്വേഷൻ എഴുതി കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ കണ്ടീഷൻസ് കൃത്യമായിട്ട് എഴുതി എന്തൊക്കെ റിയാക്ട് ചെയ്യുന്നു, ഹീറ്റ് ചെയ്യുന്നുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിന്റെ എറോ മാർക്കിന്റെ മുകളിൽ വരുന്ന വിധത്തിൽ എഴുതി കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ മതി നമ്മുടെ ആൻസറിൽ. പിന്നെ നമ്മൾ വിശദമായിട്ട് അസറ്റോസ്റ്റിക് ആസിഡ് is taken, it is mixed with sodium methoxide to convert it to sodium salt, and then the product is mixed with alkyl halide or made to react with alkyl halide to get the alkyl derivative which is hydrolyzed using constant ethanoic AOH, and finally acidified to get the product. ഇത്തരം കാര്യങ്ങൾ പറയണം എന്നില്ല, പറഞ്ഞുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഈ ഇക്വേഷൻ മാത്രം മതി, കാര്യങ്ങൾ വളരെ ക്ലിയർ ആണ്. മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് നമ്മൾ ഈ ടൈപ്പ് ആസിഡ്, ഈ ടൈപ്പിൽ ഏത് ആസിഡും ഇപ്പൊ നമുക്ക് വേണ്ടത് ഈ ആസിഡാണ് നേരത്തെ നമുക്ക് വേണ്ട ആസിഡിന്റെ 1, 2, 3, 4 എന്താണിത് 3-methyl ബ്യൂട്ടനോയിക് ആസിഡ് ആണ് വേണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ഫോർമുല നമ്മൾ നേരെ കഴിഞ്ഞ ക്ലാസ് ഫോർമുലയാണ് എഴുതുക. അതിനുശേഷം ദാ ഈ ഭാഗം കട്ട് ചെയ്ത് കളയാം. പിന്നെ എന്താണ് ബാക്കി വരുന്നത്? ഇതാ ശ്രദ്ധിക്കുക, അത് വളരെ ശ്രദ്ധിക്കണം. CH3 CH3 ഈ ഭാഗമാണ് CH3 CH3. ഈ ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അവിടെ നമുക്ക് എക്സ് എന്നുള്ള സ്ഥലത്ത് എന്ത് എഴുതാം? എക്സ് എഴുതുന്നതിനേക്കാൾ നല്ലത് ബ്രോമൈഡ് എന്നോ ക്ലോറൈഡ് എന്നോ അയഡൈഡ് എന്നോ എഴുതാം. ബ്രോമൈഡ് ആണ് നല്ലത്, കുഴപ്പമില്ല. CH3 ഇതാണ്. ഇതിന്റെ പേരെന്താണ്? ഐസോപ്രൊപ്പൈൽ ബ്രോമൈഡ് എന്നാണ്. പേരൊന്നും പ്രശ്നമില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓർ ഇറ്റ് ഈസ് കോൾഡ് 2-bromopropane. 1, 2, 3 ഇത് പ്രൊപ്പൈൻ്റെ ഡെറിവേറ്റീവ് 2-bromopropane ആണ്, അല്ലെങ്കിൽ ഐസോപ്രൊപ്പൈൽ ബ്രോമൈഡ് ആണ്. അപ്പൊ ഈ ബ്രോമൈഡും ഇതേപോലെ റിയാക്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഈ ആസിഡ് കിട്ടും. അത് ഉറപ്പാണ്. കാരണം നമ്മൾ ഈ റൂട്ട് ശ്രദ്ധിക്കാം. നമ്മൾ ആദ്യം ചെയ്യുന്ന 2 പ്രധാന റിയാക്ഷൻ. ഒന്നെന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഇൻട്രൊഡക്ഷൻ ഓഫ് ദി റിക്വയർഡ് ആൽക്കൈൽ ഗ്രൂപ്പ് ടു അസിറ്റോസ്റ്റിക് എസ്റ്റർ. സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ദ ആസിഡ് ഹൈഡ്രോളിസിസ്. പക്ഷെ ഓരോന്നിലും 2 സബ് സ്റ്റെപ്പുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഒന്നാമത്തേല് ആദ്യം സോഡിയം മെത്തോക്സൈഡ്, പിന്നെ ആൽക്കൈൽ ഹാലൈഡ്. രണ്ടാമത്തേല് ആദ്യം കോൺസെൻട്രേറ്റ് എഥനോളിക് AOH, പിന്നെ ആസിഡ്. ഇത്ര ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വേണ്ട ആസിഡ് കിട്ടും. വളരെ വളരെ സിമ്പിൾ ആണ്. അപ്പൊ how will you prepare this acid? How will you prepare pentanoic acid from acetoacetic ester? How will you prepare hexanoic acid from acetoacetic ester? How will you prepare say 4-methyl octanoic acid from acetoacetic? എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്ത ആ ഫോർമുല 4-methyl octanoic ആസിഡിന്റെ ഫോർമുല കൃത്യമായിട്ട് അവിടെ ആ മാർക്ക് എഴുതി വെക്കുക. അതിനുശേഷം അതിൽ നിന്ന് അസെറ്റിക് ആസിഡ് പാർട്ട് കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്ത് നമ്മൾ മനസ്സിൽ കണ്ടാൽ കുഴപ്പമൊന്നുമില്ല. അതിന് ടേക്ക് എഴുതി വെക്കുന്നത് നല്ലത്. അതിന് ടേക്ക് മനസ്സിൽ കണ്ടാൽ തെറ്റിപ്പോവും. അതിനുശേഷം ഏതാണോ ബാക്കി വരുന്നത് അതിന്റെ മുകളിൽ ഒരു ബ്രോമിൻ ഫിറ്റ് ചെയ്തോ അതിനോ ക്ലോറിൻ എന്താ ഫിറ്റ് ചെയ്തോ ആൽക്കൈൽ ഹാലൈഡ് സെലക്ട് ചെയ്യുക, ചെയ്തോളുക. യു വിൽ ഗെറ്റ് ദി ഫൈനൽ റിസൾട്ട്. ഓക്കെ, ഈ ടൈപ്പ് ആസിഡ് അല്ലാതെയും മറ്റാസിഡുകൾ നമുക്ക് നോക്കാം. ഇതിന് കൂടുതൽ എക്സാമ്പിൾ പറയാനൊന്നും സമയമില്ല. ഓരോരോ എക്സാമ്പിൾ നമ്മൾ ഒഴിവാക്കാണ്. കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ഇത് നമ്മുടെ ഈ ആസിഡ് നമുക്ക് വേണ്ടത്. ഈ ആസിഡിന്റെ പേരെന്താണ്? 1, 2, 3, 4 2-methyl butanoic 2-methyl butanoic ആസിഡ്. അതിന്റെ നമ്മൾ 2-methyl butanoic ആസിഡ് വേണ്ടതെങ്കിൽ 2-methyl butanoic ആസിഡിന്റെ സ്ട്രക്ചർ പേപ്പറിൽ വരയ്ക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? അസെറ്റിക് ആസിഡ് പാർട്ട് കാട്ടി. അസെറ്റിക് ആസിഡ് പാർട്ട് എന്താണ്? COH ഫസ്റ്റ് കാർബണും COH ചേരുന്ന ആൽഫ ഫസ്റ്റ് അല്ല ആൽഫ കാർബണും കൂടി കട്ട് ചെയ്ത് കളയുക. ഇപ്പൊ എന്താ കാണുന്നത്? ഇപ്പൊ ശ്രദ്ധിക്കുക, നേരത്തെ പോലെയല്ല. ഇതൊന്നും തമ്മിൽ യാതൊരു ബന്ധമില്ല. ഇതൊരു ഈഥൈൽ ഗ്രൂപ്പാണ്, ഇതൊരു മീഥൈൽ ഗ്രൂപ്പാണ്. 2 വ്യത്യസ്ത. നേരത്തെ എങ്ങനെ വന്നത് ശ്രദ്ധിക്കുക. നമ്മൾ തൊട്ടുമുമ്പേ കണ്ട എക്സാമ്പിൾ ആണ്. ഇവിടെ ശ്രദ്ധിക്കുന്നത് ഈ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞാൽ ഇത് ഒരൊറ്റൊരു പീസാണ്, 2 പീസല്ല. ഇവിടെ 2 പീസാണ്. 2 ആൽക്കൈൽ ഗ്രൂപ്പാണ്, ഇത് ഒരു ആൽക്കൈൽ ഗ്രൂപ്പാണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഐസോപ്രോപ്പൈൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ 2-propyl ഗ്രൂപ്പ് എന്ന് പറയും. ഇതെന്താണ്? ഇത് ഒരു ഈഥൈലാണ്, ഇതൊരു ഇതിപ്പറല്ല. ശ്രദ്ധിക്കുക, 2 കഷ്ണമാണ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? യു ഹാവ് ടു ഇൻട്രൊഡ്യൂസ് 2 ഡിഫറെന്റ് ആൽക്കൈൽ ഗ്രൂപ്പ്സ് ടു അസെറ്റോഅസെറ്റിക് എസ്റ്റർ. ബാക്കി പ്രോസസ്സിനൊന്നും യാതൊരു വ്യത്യാസമില്ല. നമ്മൾ തുടക്കത്തെ പറഞ്ഞിട്ടുണ്ട്, യു ക്യാൻ റീപ്ലേസ് at our will, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് either 1 or 2 alkyl groups of a acetoacetic ester with alkyl groups.
either one or two acidic hydrogens of acetoacetic acid. Acetoacetic acid രണ്ട് acidic hydrogens ഉണ്ട്. ഇതിൽ നമ്മുടെ സൗകര്യത്തിന് ഒന്നോ രണ്ടോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റീപ്ലേസ് ചെയ്യാം വിത്ത് അവർ ആൽക്കൈൽ ഗ്രൂപ്പ്. ആൽക്കൈൽ ഗ്രൂപ്പ് ഓഫ് അവർ ചോയ്സ്. നമുക്ക് വേണ്ട ആൽക്കൈൽ ഗ്രൂപ്പ് ഇവിടെ എന്താണ്, നേരത്തെ കേസിലെ പോലെ ഇവിടെ രണ്ട് ആൽക്കൈൽ ഗ്രൂപ്പ് വേണം. So introduce first the methyl group, then the first introduce the ethyl group, then the methyl group. Larger group ആദ്യം ചെയ്യുന്നാൽ പിന്നെ സ്മോളർ ഗ്രൂപ്പ്, അതാണ് പറയുന്നത്. തിരിച്ചെഴുതി പോയാലും നിങ്ങൾക്ക് സംബന്ധിച്ചുള്ള കുഴപ്പമൊന്നുമില്ല. ഇറ്റ്സ് ബെറ്റർ ടു ഇൻട്രൊഡ്യൂസ് സ്റ്റീറിക് ഇഫക്റ്റ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി ആദ്യം വലിയ ഗ്രൂപ്പ് പിന്നെ ചെറിയ ഗ്രൂപ്പ്. ചെറിയ ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പിന്നെ വലിയ ഗ്രൂപ്പ് ചിലപ്പോൾ അങ്ങോട്ട് കയറാൻ ബുദ്ധിമുട്ട്. ആദ്യം വലിയ ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ശേഷം ചെറിയ ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് നല്ലതെന്നാണ് പറയുന്നത്. നമ്മൾ എക്സാമിന് എഴുതുമ്പോൾ ആദ്യം മീഥൈൽ ഈഥൈലായാലും ആദ്യം ഈഥൈൽ പിന്നെ മീഥൈലായാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്ത് ചെയ്യാം, യു ടേക്ക് അസറ്റോഅസിറ്റിക് എസ്റ്റർ. നമുക്ക് എഴുതാം അസറ്റോഅസിറ്റിക് എസ്റ്റർ. ലേശം ബുദ്ധിമുട്ടുണ്ട് എഴുതാൻ, ഞാൻ എഴുതിയിട്ട് മാറിത്തരാം. CH3CO CH2 COOET So I am first introducing the ethyl group. So first take acetoacetic ester, make it react with sodium methoxide, then ethyl bromide. What is the product formed? The product formed will be, there is another confusion illa, CH3CO CH2 എന്നുള്ളതാണ് CH എന്നാക്കി മാറ്റും. ഒരു H പോയിട്ടുണ്ടാവും, അതിന് പകരമാണ് നമ്മുടെ ഗ്രൂപ്പ് വരുന്നത് COOET. ഞാൻ എപ്പോൾ അതങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഇങ്ങോട്ട് വരില്ല, തെറ്റിപ്പോങ്ങോട്ട്. ഇവിടെ എന്താ കയറിയത് CH2 CH3. Okay. So in this reaction I have substituted one of the acidic hydrogens of acetoacetic ester with an ethyl group. ഇനി എന്ത് ചെയ്യണം, വീണ്ടും 1 2 എന്താണ് അടുത്ത ഗ്രൂപ്പ് ഏതാണ്, മീഥൈൽ. അപ്പോ മീഥൈൽ ബ്രോമൈഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, now we will get ശ്രദ്ധിക്കുക CH3CO CH മേലെ വരക്കാം. CH ഇല്ല, CH പോയിട്ടുണ്ടാവും. ഇവിടെ ഇങ്ങോട്ടുള്ള വരക്കുക CH2 CH3, ഇങ്ങോട്ടുള്ള വരക്കുക COOET. എന്നിട്ട് എച്ചിന്റെ സ്ഥാനത്ത് ആരുണ്ടാവും, എച്ചിന്റെ സ്ഥാനത്ത് മീഥൈൽ ഗ്രൂപ്പ് ഉണ്ടാവും. അപ്പൊ നമ്മൾ രണ്ട് സ്റ്റെപ്പിലേക്ക് കൂടി, അത് ശരിക്കും പറഞ്ഞാല് 4 സ്റ്റെപ്പിലേക്ക് കൂടി, ഇത് രണ്ടുമാണ്, 2 2 4 2 സ്റ്റെപ്പിലേക്ക് കൂടി എന്ത് ചെയ്ത്, ഫസ്റ്റ് സ്റ്റെപ്പ് ഈ സബ്സ്റ്റിറ്റ്യൂട്ടിന്റെ ഹൈഡ്രജൻ, വൺ ഓഫ് ദി ഹൈഡ്രജൻസ് വിത്ത് ദി ഹൈഡ്രജൻസ് പറഞ്ഞാൽ എന്താണ്, one of the acidic hydrogens with an ethyl group, and the second step we substituted the remaining acidic hydrogen with a methyl group, and we get this one. And you can see that the acetoacetic acid is one methyl group and one ethyl group that we have introduced. ഈ group എന്ത് ചെയ്യാം, ഇനി acid hydrolysis നടത്തുക. എന്താണ് 1 concentrated ethanolic KOH 2 HCl. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഇവിടെയും വരെയും ഇവിടെയും വരെയും, എന്നിട്ടോ H ഇവിടെ ഉണ്ടാവും, OH ഇവിടെ ഉണ്ടാവും, OH ഇവിടെ ഉണ്ടാവും, H ഇവിടെ ഉണ്ടാവും. ശ്രദ്ധിക്കുക, നമുക്ക് കിട്ടുന്നത് CH3 CH2 CH3 ഇവിടെ എത്തില്ല, CH3 COOH, CH3 CH2 CH3 COOH. നമ്മൾ നേരത്തെ പറഞ്ഞ 2-methyl butanoic acid നമുക്ക് കിട്ടി കഴിഞ്ഞു, 2-methyl butanoic acid. And we can see that there are 2 different alkyl groups attached to the acetic acid part, methyl and ethyl. അത് ക്ലിയർ ആകുന്നുണ്ടോ? ഈ ടൈപ്പ് ഏത് ആസിഡും ഇന്നെന്ത് പറയാം നമുക്ക്, ജനറലി യു ക്യാൻ റൈറ്റ് ഡൗൺ CHCOOH R1 R2. ഒരു R1ഉം ഒരു R2, 2 ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്, ഒരു മീഥൈലും ഒരു ഈഥൈലും ഉണ്ട്. അതുപോലെ ഏത് ആസിഡ് നമുക്ക് ഈ മെത്തേഡിൽ ഉണ്ടാക്കാം എന്ന് പറഞ്ഞാൽ എന്താണ്, can prepare ഡൈആൽക്കൈൽ അസെറ്റിക് ആസിഡ് ഓൾസോ. അപ്പൊ നമുക്ക് മോണോ ആൽക്കൈൽ അസെറ്റിക് ആസിഡ് ആയാലും ഡൈആൽക്കൈൽ അസെറ്റിക് ആസിഡ് ആയാലും നമുക്ക് അസറ്റോഅസിറ്റിക് ആസിഡ് ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കാം. പറഞ്ഞ് മനസ്സിലായോ? ഓൺലി തിങ് ഈസ്
In the first case, you have to introduce only one alkyl group to acetic ester. In the second case, you have to introduce two alkyl groups. And we cannot introduce three alkyl groups, of course. മൂന്നാമത്തെ ആൽക്കൈൽ ഗ്രൂപ്പിനെ കയറ്റാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ you cannot prepare R1, R2, R3. ട്രൈ ആൽക്കൈൽ ആസിഡ്, ഈ ടൈപ്പ് ഫോമിലുള്ള ആസിഡുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതല്ല. യൂസിങ് അസിറ്റോസിക് ആസിഡ് ഉപയോഗിച്ച് നമുക്ക് ഈ ടൈപ്പ് ആസിഡ് ഉണ്ടാക്കാൻ പറ്റില്ല. monoalkyl carboxylic, monoalkyl acetic acid and dialkyl acetic acids can be obtained from acetic ester. It is not possible to prepare trialkyl acetic acid. You cannot prepare say 2,2-dimethyl pentanoic acid. 2,2-dimethyl pentanoic acid എന്ന് പറഞ്ഞാൽ എന്താണ്? pentanoic acidന്റെ സെക്കൻഡ് കാർബൺ ആറ്റത്തിൽ, അതായത് സെക്കൻഡ് കാർബൺ ആറ്റത്തിൽ രണ്ട് മെഥൈൽ ഗ്രൂപ്പ് ഉണ്ട് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ 3 ഗ്രൂപ്പ് ഉണ്ടാവും. 2,2-dimethyl pentanoic acid cannot be prepared by acetic ester method. 2-methyl pentanoic acid can be prepared. 2-methyl pentanoic acid എന്നല്ലേ 2 പൊസിഷനിലെ ഒരു മെഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. പേര് മനസ്സിലാട്ടോ. 2,2-dimethyl pentanoic acid തന്നെ ഒന്ന് പോയി കഴിഞ്ഞാൽ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്, ബാക്കി രണ്ട് ഹൈഡ്രജൻ ഉണ്ട്, രണ്ട് സ്ഥലത്ത് രണ്ട് മീഥൈൽ വന്നു കഴിഞ്ഞാല് is a trialkyl acetic acid cannot be prepared by acetic. എന്തുകൊണ്ടാണ്? കാരണം ഇതാ അവസാനം വരുമ്പോ ഇതാ ഒരു എച്ച് അവിടെ ഉണ്ടാകാം. ഈ സ്ഥലത്ത് ഒരു എച്ച് ഉണ്ട്, ഈ എച്ച് അവിടെ ഉണ്ടാവും. എപ്പോഴും ഒരു എച്ച് ഉണ്ടെങ്കിൽ ഒരു എച്ച് ഇവിടെ ഉണ്ട്, പിന്നെ 2 ആൽക്കൈൽ ഗ്രൂപ്പ് മാക്സിമം വരാൻ പാടുള്ളൂ. അങ്ങനെ ആലോചിച്ചാൽ മതി. അല്ലെങ്കിൽ എന്ന് പറയാൻ നമുക്ക് ആകെ 2 അസിഡിക് ഹൈഡ്രജൻസ് മാത്രമേ acetic എസ്റ്ററിലുള്ളൂ. ഈ 2 എണ്ണത്തിന്റെ സ്ഥാനത്ത് 2 ആൽക്കൈൽ ഗ്രൂപ്പ് വരാം, മൂന്നാമത് വരാൻ പാടില്ല. അവിടെ 2 ആൽക്കൈൽ ഗ്രൂപ്പ് we can introduce, നേരത്തെ പറഞ്ഞു, we can introduce either 1 or 2 alkyl groups to acetic ester. So we can prepare monoalkyl acetic acid and dialkyl acetic acid from acetic ester, and we cannot prepare a trialkyl acetic acid from acetic ester. Okay, അങ്ങനെ നമുക്ക് മോണോ കാർബോക്സിലിക് ആസിഡ്സ് ഉണ്ടാക്കാം ഒരു പരിധി വരെ. നമ്മളെല്ലാം പറ്റില്ല, എന്നാലും ഒരു large number of monocarboxylic acids can be prepared from acetic ester. ഇതുപോലെ തന്നെ അടുത്തത് രണ്ടാമത്തേതാണ് കീറ്റോൺസ്. കീറ്റോൺ ഉണ്ടാക്കാനുള്ള മെത്തേഡ് വളരെ സിമ്പിൾ ആണ്. നമുക്കറിയാം എന്താണ് കീറ്റോണിക് ഹൈഡ്രോളിസിസ് നടത്തുക. So you can see that acetoacetic ester, one ketonic hydrolysis. Ketonic hydrolysis is carried out by hydrolyzing acetic ester with dilute ethanolic or dilute aqueous KOH. ആൽക്കലൈൻ ആണ്, പക്ഷേ ഡൈല്യൂട്ട് ആണ്. എന്താണ് എത്തനോളിക്കോ അക്വസോ ഉണ്ടായാലും മതി. മറ്റേ കേസിൽ കോൺസെൻട്രേറ്റഡ് ആണ്, എത്തനോളിക് ആണ്, അതിൽ യാതൊരു മാറ്റമില്ല. ഇതിന് ആസിഡ് ഹൈഡ്രോളിസിസ് is carried out by concentrated ethanolic KOH. Ketonic hydrolysis is carried out by dilute aqueous or dilute ethanolic KOH. വീണ്ടും പറയാണ്, ആസിഡ് ഹൈഡ്രോളിസിസ് എന്ന് പറഞ്ഞാൽ ആസിഡ് ഉപയോഗിച്ചുള്ള ഹൈഡ്രോളിസിസ് അല്ല, പ്രോഡക്റ്റ് ആസിഡ് ആണ്. കീറ്റോണിക് ഹൈഡ്രോളിസിസ് എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് കീറ്റോൺ ആണ്. അപ്പൊ നമ്മൾ ഇതിനെ ഡൈല്യൂട്ട് അക്വസ് KOH ഉപയോഗിച്ച് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. യെസ്, ഹൈഡ്രോളിസിസ് ഉണ്ടാകുന്ന ഒറ്റ സ്റ്റെപ്പിൽ ഇരിക്കാൻ ഇങ്ങനെ ഉണ്ടാകും. ഏകദേശം HOH എന്തൊക്കെ കിട്ടും? കീറ്റോൺ കിട്ടും, പിന്നെന്താണ് കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും, എത്തനോൾ കിട്ടും. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ഇത് ഹൈഡ്രോളൈസ് കഴിഞ്ഞാൽ സാധാരണഗതിയിലുള്ള ഒരു എസ്റ്റർ ആണ്. ഇത് ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് CH3 CO CH2 COOH ഉം പിന്നെന്താണ് ETOH ആണ് കിട്ടുക, യാതൊരു സംശയമില്ല. പക്ഷെ ഈ കോമ്പൗണ്ടിന്റെ പ്രത്യേകത നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. എന്താണ്? ദിസ് എ ബീറ്റ കീറ്റോ ആസിഡ്. ആൽഫ ബീറ്റ കീറ്റോ ആസിഡിന്റെ സ്വഭാവമാണ് ഹീറ്റ് ചെയ്യുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് കളഞ്ഞിട്ട് അത് ഒരു കാർബോക്സിലിക് ആസിഡ് അല്ലാതായി മാറാണ്. കാർബോക്സിൽ ഗ്രൂപ്പ് ഈസ് റിമൂവ്ഡ് ആൻഡ് റീപ്ലേസ്ഡ് ബൈ ഹൈഡ്രജൻ we get CH3CO CH3. അതിനാൽ ഇത് രണ്ടും കൂടി ചേർത്ത് ഇങ്ങനെ ചെയ്യുന്നുണ്ടാവുള്ളൂ. ഈ വിധത്തിൽ ഹൈഡ്രോളിസിസ് ഈ വിധത്തിൽ ഓർത്ത് വെക്കുന്നത് എച്ച് ഇവിടെ O ഇവിടെ H ഇവിടെ. എത്തനോള് കാർബൺ ഡൈ ഓക്സൈഡ് കീറ്റോൺ. ആൻഡ് we can see that here ഇത് നോക്കട്ടെ. ഹിയർ ഈ CH3 ഈ ഭാഗത്തുള്ള CH3, ഈ CO
ഈ സി എച്ച് ഇതാ കിട്ടുന്ന പ്രോഡക്റ്റ് അസറ്റോസ്റ്റിക് എസ്റ്റർ സ്വയം കീറ്റോണിക് ഹൈഡ്രോളിസ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം കിട്ടും. ഈ H3 ശ്രദ്ധിക്കുക, ഒരു H നമ്മൾ ഹൈഡ്രോളിസ് നടത്തുമ്പോൾ കടന്നു വരുന്ന എച്ചാണ്. ബാക്കി 2 H ഏതാണ്? ബാക്കി 2 H നമ്മളെ തുടക്കത്തിലുള്ള അസിഡിക് ഹൈഡ്രജൻസ്. ഇത് രണ്ടും ശ്രദ്ധിക്കുക, നമ്മൾ അസിഡിക് ഹൈഡ്രജൻസ് ഇത് രണ്ടും. ആൻഡ് യു നോ acidic hydrogens can be replaced with either 1 or 2 alkyl groups. അപ്പോൾ ഇവിടെയുള്ള 3 H-ല് 2 H നമുക്ക് സെലക്ട് ചെയ്യാം, ഒരു H അവിടെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് CH3 CO CHR എന്നോ CH3 CO CH2R ആണ് CHR2 എന്നോ ടൈപ്പുള്ള കീറ്റോൺസ് നമുക്ക് ഇത് ഉപയോഗിച്ചുണ്ടാക്കാം എന്നർത്ഥം. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? CH3 CO CH3 ആണ് നമുക്ക് കിട്ടുക എപ്പോഴേ അസിറ്റോസ്റ്റിക് എസ്റ്റർ സ്വയം അതിൻ്റെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്താല് കീറ്റോണിക് ഹൈഡ്രോളിസ് നടത്തി കഴിഞ്ഞാൽ അതിന് പകരം നമ്മള് അതിന്റെ മോണോ ആൽക്കൽ ഡെറിവേറ്റീവ് എടുത്ത് ഇതുപോലത്തെ കിട്ടും, ഡൈ ആൽക്കൽ ഡെറിവേറ്റീവ് എടുത്ത് ഇതുപോലത്തെ കീറ്റോൺ കിട്ടും. അപ്പൊ ഈ ടൈപ്പ് കീറ്റോൺസ് നമുക്ക് ഉണ്ടാക്കാം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക. ഈ ഭാഗത്ത് നമുക്ക് കുറെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. കാരണം R1ഉം R2ഉം നമുക്ക് ഇഷ്ടം പോലെ സെലക്ട് ചെയ്യാം. ഈ ഭാഗത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ ഭാഗം വരുന്നത് അസിറ്റോസ്റ്റിക് എസ്റ്റർ തന്നെയാണ്, അതിന്റെ പാരന്റ് നിന്ന് വരുന്നതാണ്, അതിന്റെ തനത് സ്വഭാവമാണ്. നമ്മൾ പറയില്ല പാരന്റ് സ്വഭാവം മാറ്റാത്തോ. ഇതും നമ്മളെ പരിധിയിലുള്ളതല്ല, അത് അവിടെ ഉണ്ടാവും. ഈ പറഞ്ഞ പ്രോസസ് നടത്തി കഴിഞ്ഞാൽ ഇത് ഇവിടെ തന്നെ ഉണ്ടാവും. പക്ഷെ ഇതോ ഇവിടെ H3യില് 2 H നമുക്ക് സൗകര്യം പോലെ മാറ്റാം. അതുകൊണ്ട് നമുക്ക് പല ടൈപ്പ് കീറ്റോൺസ് ഉണ്ട്. പക്ഷെ എല്ലാ കീറ്റോണിലും നമുക്കറിയാം കീറ്റോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? CO 2 ആൽക്കൈൽ ഗ്രൂപ്പ്സ് അറ്റാച്ച്ഡ് ടു എ CO ഗ്രൂപ്പ്. ഒരു ഭാഗം എപ്പോഴും മീഥൈലായിരിക്കും, ശ്രദ്ധിക്കുക. മറ്റേ ഭാഗത്ത് നമുക്ക് ഇഷ്ടം പോലെ മാറ്റം വരുത്താൻ പറ്റും. മനസ്സിലായോ? ആ ടൈപ്പ് കീറ്റോൺസ് ഒക്കെ നമുക്ക് എന്ത് ഉപയോഗിച്ച് ഉണ്ടാക്കാം? അസിറ്റോസ്റ്റിക് എസ്റ്റർ ഉപയോഗിച്ച് ഉണ്ടാക്കാം. ലെറ്റ് സീ. പ്രോസസ്സ് നേരത്തെ ചെയ്ത പോലെ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. is first converted into CH3 CO CHR COOET. എങ്ങനെ നമുക്കറിയാം? ഇതിലേക്ക് മാറ്റണം. എന്ത് വേണം? 1 എന്താണ്? NaOET. 2 എന്താണ്? RX അല്ലേ? First converting sodium salt and the alkyl halide, you substitute one of the hydrogens with an alkyl group, and this compound is subjected to ketonic hydrolysis. എന്താണ്? dilute aqueous KOH. രണ്ടാമത് HCl ചേർത്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? അപ്പോൾ എന്താ സംഭവിക്കുന്നത് ശ്രദ്ധിക്കുക. കീറ്റോണിക് ഹൈഡ്രോളിസിൽ സംഭവിക്കുന്നത് ഇതാ ഈ ഭാഗത്താണ് മാറ്റം വരുന്നത്. ഇതെപ്പോ ശ്രദ്ധിക്കാം. അങ്ങനെയൊക്കെ വരച്ചാൽ ശരിയാവില്ല. ഇത് വാട്ടർ ഇങ്ങനെ എഴുതാം. ഇതാ അപ്പൊ എന്താ നമുക്ക് കിട്ടുന്നത്? യു ക്യാൻ സീ ദാറ്റ് ദ പ്രോഡക്റ്റ് ഈസ് CH3 CO CH2R. ശ്രദ്ധിക്കുക, CH3 H കൂടി എടുത്തത് CH2R എന്നുള്ള കീറ്റോണുകൾ. മനസ്സിലായില്ലേ? ആറിന്റെ മുകളിൽ നമുക്ക് പലവിധ ഓപ്ഷൻ ഉണ്ടാക്കാം. ആറ് എന്ന് പറഞ്ഞാൽ ആറ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സെലക്ട് ചെയ്യാനനുസരിച്ച് പല പല കീറ്റോൺസ് ഉണ്ടാക്കാം. പറഞ്ഞ മനസ്സിലായോ? സപ്പോസ് വി വാണ്ട് ടു പ്രിപ്പയർ 2-pentanone. 2-pentanone ഫോർമുല എന്താ ചെയ്യുക? അതാണ് എഴുതിയൊക്കെ. 2-pentanone എന്ന് പറഞ്ഞാൽ എന്താണ്? യു റൈറ്റ് ഡൗൺ ദ ഫോർമുല ഓഫ് 2-pentanone. എല്ലാത്തിനും പ്രിപ്പയർ ചെയ്യേണ്ട കോമ്പൗണ്ട് സ്ട്രക്ചറാണ് എഴുതി വെച്ചാൽ നമുക്ക് മാത്രം ഐഡിയ കിട്ടും. 2-pentanone CH3 CO CH2 CH2 CH3. നമ്മൾ നേരത്തെ കാർബോക്സിക് ആസിഡിന്റെ കേസിൽ അസറ്റിക് ആസിഡ് പാർട്ട് കട്ട് ചെയ്ത പോലെ ഇവിടെ കട്ട് ചെയ്യേണ്ടത് അസറ്റോൺ പാർട്ടാണ്. CH3CO CH3. കാരണം ഇതും എവിടുന്ന് വരുന്നതാണ്? ഈ 3 കാർബണും നമ്മളെ ഇവിടുന്ന് വരുന്നതാണ്. എവിടുന്ന് വരുന്നതാണ്? അസിറ്റോസ്റ്റിക് ആസിഡ്. ആ ഭാഗം കഴിച്ച് ബാക്കി എന്താ ഉള്ളത്? യു ഹാവ് an ethyl group, so introduce ethyl group to acetic acid and proceed like this, you will get the product. മനസ്സിലായോ? You make react sodium methoxide, then ethyl bromide, will get the ethyl substituted product. The ethyl substituted acetic ester on ketonic hydrolysis will produce yes 2-pentanone, no doubt. മനസ്സിലാകുന്നുണ്ടോ? ശരി, ക്ലിയർ? എഴുതാനുള്ള സമയം ഇപ്പോൾ കുറവാണ്. നമുക്ക് ജസ്റ്റ് അടുത്ത ക്ലാസ്സിൽ എഴുതാൻ സമയം കഴിയാറായിട്ട്. മനസ്സിലായില്ല? ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ
നേരത്തെ ആസിഡിന്റെ കേസിൽ അസറ്റിക് ആസിഡ് പാർട്ട് കട്ട് ചെയ്ത് കളയുന്നത്. ഇവിടുത്തെ ഫോർമുല എഴുതി വെക്കുക. അസറ്റോൺ പാർട്ട്, അസറ്റോൺ ആയിട്ടാണ് കാണില്ല. CH3 അത് കാണും, CO അത് കാണും, പിന്നെ കാർബൺ. ആ കാർബണിനോട് ചിലപ്പോൾ ഹൈഡ്രജൻ ഉണ്ടാവും, ചിലപ്പോൾ ആൽക്കൈൽ ഗ്രൂപ്പ്. നമ്മളതൊന്നും നോക്കണ്ട, ആ കാർബൺ വരുന്ന ഭാഗം വരെ കട്ട് ചെയ്ത് കളയാം. ബാക്കിയുള്ള ഗ്രൂപ്പ് നോക്കുക. CH3, CO, CH3, CH2, CH3 ഇങ്ങനെയാണെങ്കിലോ ഇതിന്റെ പേരെന്താണ്? അതിന്റെ പേര് 3-methyl 2-pentanone ആണ്. 1, 2, 3 ഇങ്ങോട്ട് നമുക്കറിയാം 2-pentanone ആണ് 3-methyl. 3-methyl 2-pentanone നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അതിന്റെ ഫോമിൽ ഇതുപോലെ സ്ട്രക്ചർ എഴുതി വെച്ച് അതിനുശേഷം എന്ത് ചെയ്യുക? ഇത് കട്ട് ചെയ്ത് കളയാം. ഇത് കട്ട് ചെയ്യുമ്പോൾ എന്താ കാണുന്നത്? ഇത് കട്ട് ചെയ്യുമ്പോൾ കാണുന്നത് ഇതാ ഒരു മീഥൈലും വേണം, ഒരു ഈഥൈലും വേണം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ 2 ഗ്രൂപ്പുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക അസ്റ്റോസ്റ്റിക് എസ്റ്ററിലേക്ക്. ബോത്ത് ഈഥൈൽ ആൻഡ് മീഥൈൽ, ആൻഡ് ദെൻ ടേക്ക് ദ ഡൈസബ്സ്റ്റിറ്റ്യൂട്ടഡ് അസ്റ്റോസ്റ്റിക് എസ്റ്റർ ആൻഡ് സബ്ജക്ട് ഇറ്റ് ടു ketonic hydrolysis by heating with a dilute aqueous KOH followed by acidification. You will get this ketone. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ ഒരുവിധം പല ടൈപ്പുള്ള, പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട, എപ്പോഴും ഒരു ഭാഗം എന്തായിരിക്കും? മീഥൈലായിരിക്കും. കീറ്റോൺ എമർത്തി കീറ്റോൺ എന്ന് പറഞ്ഞാൽ RCO CO ഗ്രൂപ്പിൽ 2 ഭാഗത്ത് 2 ആൽക്കൈൽ ഗ്രൂപ്പാണ്. ഇത് ഉപയോഗിച്ച് ഏത് കീറ്റോൺ ഉണ്ടാക്കി കഴിഞ്ഞാലും ഒരു ഭാഗത്ത് എന്തായിരിക്കും? ഒരു ഭാഗം ഫിക്സഡ് ആയിരിക്കും. ദാറ്റ് ഈസ് യു ക്യാൻ പ്രിപ്പയർ ഓൺലി മീഥൈൽ കീറ്റോൺസ്. മീഥൈൽ കീറ്റോൺ എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം മീഥൈലായി വരുന്ന, മറ്റേ ഭാഗം നമുക്ക് ഇഷ്ടംപോലെ ഉണ്ടാക്കാം. ഇഷ്ടംപോലെ ഇല്ല, ഒരു പരിധി വരെ പലതും ഉണ്ടാക്കാം. അവിടെയും ചില പ്രശ്നങ്ങളുണ്ട്. മൂന്നാമത്തെ ആൽക്കൈൽ ഗ്രൂപ്പിന് നമുക്ക് കൊണ്ടുവരാൻ പറ്റൂല. മനസ്സിലായില്ലേ? അപ്പൊ 2,2-dimethyl 2-pentanone നമുക്ക് ഉണ്ടാക്കാൻ പറ്റൂല, പക്ഷേ 2-methyl pentanone ഉണ്ടാക്കാൻ പറ്റും. അത് മനസ്സിലാണല്ലോ. ഇവിടെ ഇപ്പോഴത്തെ ഒരു മീഥൈൽ വന്നു കഴിഞ്ഞാൽ കൺഫ്യൂഷനാണ്. കാരണം നമുക്ക് വിക്കനോട്ട് ഇൻട്രൊഡ്യൂസ് 3Hന്റെ സ്ഥാനത്ത് ഒരു ഈഥൈലോ മീഥൈലോ വന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു കീറ്റോൺ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെത്തേഡ് നമുക്ക് നടക്കൂല. ബാക്കിയുള്ള പല കീറ്റോൺസ് ഉണ്ടാക്കാം, പക്ഷേ ഏത് കീറ്റോൺ ഉണ്ടാക്കിയാലും ഒരു ഭാഗം എന്തായിരിക്കും? ഒരു ഭാഗം മീഥൈലായിരിക്കും. അതുകൊണ്ട് ഒറ്റ വാക്ക് പറഞ്ഞാൽ യു ക്യാൻ പ്രിപ്പയർ മീഥൈൽ കീറ്റോൺസ് ഫ്രം അസറ്റോഅസറ്റിക് എസ്റ്റർ. ഇതിന്റെ 1-2 എക്സാമ്പിൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ.